ഹലോ, വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് ട്രാവൽ. എല്ലാവരും ചാനലിൻ്റെ പേര് മാറിയതറിഞ്ഞില്ലേ? കിച്ചൺ ആൻഡ് ഡ്രൈവ് ചാനൽ മാറ്റിയിട്ട് ഇപ്പോൾ രമ്യാസ് ടേസ്റ്റ് ട്രാവൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മൾ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മലബാറിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. കിളിക്കൂട് എന്ന് പറയും. ചിക്കനും പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കടായി വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു തുടം അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ സവോള ഒരു 2 വലുത് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. അത് ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, വലുതാക്കി അരിയണ്ട കേട്ടോ. ചെറുതാക്കി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു പഴയ കാല ഒരു റെസിപ്പിയാണ്, പുതിയ റെസിപ്പി ഒന്നല്ല. നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. സവോള ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് നമ്മൾ ബോയിലാക്കാൻ വെക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒരു 5-6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ. മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടെടുത്തുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങിനൊപ്പം 2 ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ മസാലയിലേക്ക് ചിക്കൻ വേവിച്ചതോ അല്ലെങ്കിൽ ബീഫ് വേവിച്ചതോ ഒന്ന് ക്രഷ് ആക്കി എടുക്കുക കേട്ടോ. ഒന്ന് അങ്ങനെ മിക്സിയിലിട്ട് ഒരു കറക്കിയിട്ട് നമുക്ക് ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച ചിക്കനാണ് കേട്ടോ. അതൊന്ന് നമുക്ക് ആ മസാലയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉടച്ച് വെച്ചിട്ടില്ലേ ഉരുളക്കിഴങ്ങ്, അതിട്ട് കൊടുക്കുക. കട്ട്ലേറ്റിൻ്റെ ഏകദേശം ആ രീതി തന്നെയാണ് കേട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ രീതിക്ക് തന്നെയല്ലേ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിൽ. നമുക്ക് അതേ രീതിക്ക് തന്നെ കട്ട്ലേറ്റിൻ്റെ മസാല ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ മസാലയിൽ വെച്ചിട്ട് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് നമ്മൾ ഫ്രിഡ്ജിൽ എങ്ങനെയാലും കുറച്ച് ബാലൻസ് ഉണ്ടാകുമ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോഴിമുട്ട, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരു മുട്ടയോ അല്ലെങ്കിൽ 2 മുട്ടയോ വേണമെങ്കിൽ ചേർക്കാം. മുട്ടയുടെ ഉണ്ണി മാറ്റിയിട്ട് വെള്ളം മാത്രം ചേർക്കാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പാല്, ഒരു വലിയൊരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ കോൺഫ്ലവർ, മുട്ട ഇഷ്ടമില്ലാത്തവർ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട്ലേറ്റിൻ്റെ കണ്ടില്ലേ, കട്ട്ലേറ്റിൻ്റെ അതേ രീതി തന്നെയാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കാൻ എടുക്കുന്നത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ റെസിപ്പിക്ക് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ നമ്മൾ അത് പാനിൽ നിന്ന് മാറ്റിയൊരു പരന്ന പ്ലേറ്റിലേക്ക് എടുക്കുക കേട്ടോ. ഒന്ന് ചൂടാറണ്ടേ. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഫില്ലിങ് കുറച്ച് ഉരുളെടുക്കുക. കുറച്ചൊരു ഉരുള, ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉരുളെടുത്ത് അതൊന്ന് പരത്തി കൊടുക്കുക. കട്ട്ലേറ്റിനൊക്കെ പരത്തണ പോലെ തന്നെ ഒന്ന് പരത്തി കൊടുത്ത് അതിലേക്ക് നമ്മൾ
മെയിൻ താരായ കാടമുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുക. കാടമുട്ട പുഴുങ്ങിയതോ നിങ്ങൾക്ക് കോഴിമുട്ട സാധാരണ കോഴിമുട്ട പുഴുങ്ങിയത് പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ ഒരു കാടമുട്ട വെച്ച് ഇങ്ങനെ ഉരുട്ടി ഒന്ന് ചെറുതാക്കിയിട്ടൊരു അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ചിലരിതിങ്ങനെ ഉരുട്ടിയിട്ട് തന്നെ ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അങ്ങനെയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ മുട്ടയുടെ മിക്സില്ലേ അതിൽ ഒന്ന് കോട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ബ്രെഡ് പൊടിച്ചതിന് പകരം സേമിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഓരോന്നിട്ട് കൊടുക്കാം. സേമിയ വറുത്ത് നമ്മുടെ റോസ്റ്റഡ് സേമിയ നിങ്ങൾക്ക് എടുക്കാം. എന്നാലും നമ്മളൊന്ന് നേരിട്ടൊന്ന് റോസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളൊന്ന് ഒരു ഉരുളെടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഒരു കാടമുട്ട വയ്ക്കുക, മുട്ടയുടെ മിക്സിൽ മുക്കുക, പിന്നെ ആ സേമിയ റോസ്റ്റ് ചെയ്ത് അതിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക, ഒന്നങ്ങനെ എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓയിൽ അവിടെ ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് നമുക്ക് അങ്ങനെ ഓരോ കിളിക്കൂടുകളും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. എല്ലാം മിക്സ് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, ഒരു കൂടിൻ്റെ ഒക്കെ പോലെ ഒന്ന് ഫീലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ സേമിയം ഇങ്ങനെ വറുത്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതാണ് അതിന് പേര് വന്നത്. കിളിക്കൂട് തന്നെ പേര് വരാൻ കാരണം അതാണ്. കണ്ടോ, അങ്ങനെ നമ്മളെല്ലാ കിളിക്കൂടുകളും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഉള്ളിൽ കാടമുട്ടയൊക്കെ വെച്ച കാരണം, മുട്ട ഒക്കെ വെച്ച കാരണം നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ഇഫ്താർ പാർട്ടിക്ക് ഇപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിക്കാനായിട്ട് കച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. റമദാനൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്നാക്സൊക്കെ തയ്യാറാക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് കിളിക്കൂട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ കണ്ടോ, മുട്ടയ്ക്ക് വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.